ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല. വരുന്നില്ലേ? ക്ഷേത്രത്തിൽ ഇന്ന് സ്പെഷ്യൽ പൂജയാ. മാധവേട്ടൻ പോയിക്ക്. ആ, എന്ത് പറ്റി? മോഹമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. അത് ഞാൻ ക്ഷേത്രത്തിലായിരുന്നില്ലേ. അവിടെ യാഗം നടന്ന സ്ഥലത്തൊക്കെ വല്ലാത്ത പുകയും പൊടിയൊക്കെ ആയിരുന്നു. ഓ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. പെട്ടെന്ന് വരണം. എന്നിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് പ്രകാശൻ അവരെ എല്ലാരെയും കൊണ്ടുവന്നാൽ മതി. കാര്യങ്ങള് രമ്യമായിട്ട് തീരണോ അതോ ഒരു സംഘർഷം വേണോ? പ്രകാശൻ തന്നെ തീരുമാനിക്കൂ. നമുക്ക് സംസാരിച്ചു തീർക്കാം. നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്നോളാം. അത് ന്യായം. ഓക്കെ പ്രകാശ്, താങ്ക് യു. പ്രകാശൻ, അവനെ വെച്ച് ഈ സാഗർ ഒരു കളി കളിക്കും. സാഗർ പറഞ്ഞെല്ലാം എനിക്ക് സമ്മതം. പാവം, സംസാരിച്ച് തീർക്കാനാണെന്നാണ് ആള് കരുതിയിരിക്കുന്നത്. അവനടക്കം എല്ലാം തീരുമെന്ന് അവൻ അറിയില്ലല്ലോ. നമുക്ക് നരകാസുരനെ കത്തിക്കാൻ പറ്റോ? അതൊന്നും നമ്മളല്ല ചെയ്യേണ്ടത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. മാത്രവുമല്ല, നരകാസുരനെ കത്തിക്കുമ്പോഴേ അടുത്തൊന്നും ചെന്ന് നിൽക്കാൻ പാടില്ല. അതെന്താണെന്നോ, നരകാസുരനെ കത്തിക്കുമ്പോ അത് പൊട്ടിത്തെറിക്കും. അപ്പൊ ഒരുപാട് തീയും പുകയൊക്കെ ഉണ്ടാവും. അപ്പൊ അടുത്ത് നിന്നാലേ നമുക്ക് പൊള്ളില്ലേ മോളെ? അമ്മേ, അതെങ്ങനെയാ നരകാസുരൻ പൊട്ടിത്തെറിക്കുന്നത്? ആ രൂപത്തിനകത്ത് പടക്കവും പൂത്തിരിയും ഒക്കെ നിറച്ചിട്ടുണ്ടാവും. അത് അങ്ങനെയായിരിക്കും പൊട്ടിത്തെറിക്കുക. ഇതെന്താ ഈ തിരക്കിനിടയിൽ ഇവിടെ നിൽക്കുന്നത്, അതും ഈ നേരത്ത്? അതിനിപ്പോ എന്താ കുഴപ്പം? ഇത് കത്തിക്കാറൊന്നും ആയില്ലല്ലോ. അതെ, കുറച്ചു കഴിയുമ്പോ സുരക്ഷിതമായി നിൽക്കാൻ ഒരിടം കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ തന്നെ നമുക്ക് അസുരന്റെ ഭാഗത്തേക്ക് മാറി നിന്നേ പറ്റൂ. വാ. എന്തിനാ? എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്ക്.
വാ വാ. നടക്കണം